Hey, we are live. Hi, everyone. Hi. Hi, I'm Anis Manju. I am the person behind this page. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിംഗ് ആണ്. അതോടൊപ്പം ഞാനൊരു ഡിജിറ്റൽ ബിസിനസ് മെൻറ്റർ കൂടിയാണ്. ഞാൻ ഇവിടെ കാനഡയിൽ മോൺട്രിയലിൽ 25 ഇയേഴ്സ് ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഷിൻഡയും ചിഞ്ചു ആണ്. ഇന്ന് ഞങ്ങൾ ബിസിനസിന്റെ ഒരു മെയിൻ പോയിന്റ് ആണ് ഇന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഷിൻഡ, ക്യാൻ യു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പ്ലീസ്? ഞാൻ ഷിൻഡ. ഞാൻ കാനഡയിൽ ഒണ്ടാരിയയിലാണ്. ഞാൻ 10 years ആയിട്ട് കാനഡയിലാണ്. ഞാൻ ഇവിടെ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതാണ് ബിസിനസ്സിലേക്ക് വന്നത്. പുതിയ ഈ ഒരു 6 months ബിസിനസ്സിലേക്ക് വന്നിട്ടാകുന്നു. അതെ, വളരെ റീസെന്റ് ആയിട്ട് ഷിൻഡ ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തതാണ്. ക്യാരി ഓൺ ഷിൻഡ. അത്ര ഉള്ളോ? ഓക്കെ, സോ ചിഞ്ചു, ക്യാൻ യു ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്? ഓക്കെ, താങ്ക് യു മഞ്ജു. താങ്ക് യു ഫോർ ഹാവിങ് മീ. എൻ്റെ പേര് ചിഞ്ചു. ഞാനിവിടെ കാനഡയിൽ ഒണ്ടാരിയോയിൽ തന്നെയാണ് ഞാനും ഉള്ളത്. എൻ്റെ ഫാമിലിയോടൊപ്പം സെറ്റിൽഡ് ആണ് ഇവിടെ. ഞാനിവിടെ വന്നിട്ട് ഒരു 7 വർഷത്തോളമായി. അപ്പോൾ ഞാനും ബിസിനസ്സിലേക്ക് റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. അതാണ് എന്നെ പറ്റി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ചിഞ്ചു. സോ ഇന്ന് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് കൈൻഡ് ഓഫ് ദി ഓൺ ഗോയിങ് സപ്പോർട്ട് ആൻഡ് മെന്റർഷിപ്പ് ക്യാൻ ഐ എക്സ്പെക്ട് ആഫ്റ്റർ ജോയിനിങ് ഇൻ ദിസ് ബിസിനസ് എന്നുള്ളതാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വിചാരിക്കുമ്പോ ഇത് ബിസിനസ് ആണ്, നമ്മൾ ബിസിനസ്സിലേക്ക് ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ പലർക്കുണ്ടാവും. അപ്പൊ അതെ, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഒരു മെന്ററും കോച്ചും ഉണ്ടാവും, നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഡെവലപ്മെന്റിനുള്ള ബുക്ക് ക്ലബ്സ് അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. പിന്നെ വീക്ക്ലി മാസ്റ്റർ മൈൻഡ് നമുക്ക് ഞങ്ങൾക്ക് പുതിയൊരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹായ് മോളു. സോ വീക്ക്ലി മാസ്റ്റർ മൈൻഡും എല്ലാം ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും എല്ലാത്തിനായിട്ട് കോച്ച് മെന്ററും ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഷിൻഡ പറഞ്ഞു തരുന്നതായിരിക്കും. ഷിൻഡയുടെ കുറച്ച് നാളായുള്ള ബിസിനസ്സിൽ വന്നിട്ട്, എന്നാലും ഷിൻഡയ്ക്ക് വന്നിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ബിസിനസ്സിൽ എങ്ങനെയാണ് വന്നു കഴിഞ്ഞപ്പോ ഷിൻഡയ്ക്ക് ഒറ്റപ്പെട്ടതായിട്ട് ഫീൽ ചെയ്തോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തപ്പോ തന്നെ എൻ്റെ മെന്റർ ആണ് എനിക്ക് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എന്ത് ചെയ്യണം, ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു പേഴ്സണാണ് ഞാൻ. നഴ്സിംഗ് മാത്രം റിലേറ്റ് ചെയ്ത് മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പം അത് എന്താണ് മെന്റർ കൂടുതൽ ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എല്ലാം. അത് കഴിഞ്ഞ് പിന്നെ കോച്ചിങ് കോളായിരുന്നു. എൻ്റെ കോച്ച് എനിക്കെല്ലാം അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു തന്നു. പിന്നെ അതിന്റെ നമ്മുടെ ടെക്നോളജിക്കൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതെല്ലാം പിന്നെ ഏത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഓൺലൈൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെന്താ, ഏത് സമയത്ത് ഡൗട്ട് വന്നോ അപ്പൊ എനിക്ക് അന്നേരം എൻ്റെ കോച്ചിനെ റീച്ച് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെന്ററിനെ റീച്ച് ഔട്ട് ചെയ്യാം. അവരത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ മിണ്ടായിരിക്കാമോ? കഴിഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ കോച്ചിങ് സൈറ്റ് ഉണ്ട്. നമ്മുടെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ഫീ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോച്ചിങ് സൈറ്റ് അൺലോക്ക് ആയിട്ട് കിട്ടും. അപ്പൊ അത് ലൈഫ് ലോങ് ആണ്. നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ആ ഫസ്റ്റ് ഇനിഷ്യൽ രജിസ്ട്രേഷൻ പേ ചെയ്താൽ മതി. അപ്പൊ അത് ഓരോ റീസെന്റ് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിങ് സൈറ്റ് ആണ്. അത് നമുക്കത് അപ്ഡേറ്റ് അവര് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്താണ് നമുക്ക് തരുന്നത്. അപ്പൊ അത് നമ്മള് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ എല്ലാ പുതിയ നോളജ് കിട്ടും. ആ ട്രെയിനിങ് സൈറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മള് ഇപ്പം സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ബിസിനസ് പേജ് ഓപ്പൺ ആക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ പേഴ്സണൽ വെബ്സൈറ്റ്, ഡൊമൈൻ എല്ലാം ചെയ്യേണ്ട, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അത് വീഡിയോ ആയിട്ട് അവര് റെക്കോർഡ് ചെയ്ത് വെച്ച് ട്രെയിനിങ് എല്ലാം നമുക്ക് ഓപ്പൺ ആയി കിട്ടും ഫസ്റ്റ് രജിസ്ട്രേഷൻ ഫീ പേ ചെയ്ത് കഴിയുമ്പോൾ.
അപ്പൊ അത് നോക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ, നമുക്ക് എളുപ്പമുള്ള സമയത്ത്, നമുക്കിപ്പം ജോലിയുടെ ഇടയ്ക്ക് ബ്രേക്ക് ടൈമിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അത് ട്രെയിനിങ് ഒരിക്കലും അത് തീരില്ല. ഒരു പുതിയ അപ്ഡേറ്റ് അടുത്ത വീക്കിൽ അത് അടുത്തതായിട്ട് ഓപ്പൺ ചെയ്ത് ഇടും അതിൻ്റെ അകത്ത്. അത് രണ്ടുമാണ് എനിക്ക് ഭയങ്കര പ്രയോജനമായിരുന്നു ഇതിലേക്ക് വന്നപ്പം. നമുക്കതൊരു പുതിയ ഒരു ഇതാണ്. നമുക്ക് ഒറ്റപ്പെട്ട് തന്നെ എന്നൊരു ഫീലിങ്സ് ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പൊ ഞാനിപ്പം ബാക്കായിട്ട് എന്റെ ബിസിയായി, ഫാമിലിയിൽ ബിസിയായി, അത് ജോലി സ്ഥലത്ത് ബിസിയായി, ഞാൻ ബാക്കിലേക്കായി പോയ അടുത്ത ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ എന്റെ മെന്ററും കോച്ചും എന്റെ കൂടെ. അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷിൻഡ. ഷിൻഡ വെരി വെൽ എക്സ്പ്ലെയിൻഡ്. കാരണം ഷിൻഡ വളരെ പുതിയതാണ് ബിസിനസ്സിലേക്ക് വന്നിട്ട്, അധികം നാളായിട്ടില്ല. ഷിൻഡ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഷിൻഡയുടെ മൈൻഡിൽ നിന്ന് ഇപ്പൊ പറഞ്ഞത്. കാരണം നമ്മൾ ഈ ട്രെയിനിങ് സൈറ്റിൽ ഇത് നമുക്ക് രജിസ്ട്രേഷൻ ഫീ 149 കഴിയുമ്പോൾ ഒരു എന്താ പറയുക, ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സൈറ്റാണ് നമുക്ക് തരുന്നത്. അതും എവറി ടൈം ഇറ്റ്സ് അപ്ഡേറ്റഡ് ഇൻ ദ സിസ്റ്റം. നമ്മുടെ ടെക്നോളജി വൈസ് ആയിട്ട് എല്ലാവരും അതിന് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പീപ്പിൾ ഇരിക്കുന്നുണ്ട്. അവര് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരും. സോഷ്യൽ മീഡിയ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇവിടെ എങ്ങനെയൊക്കെ അതൊരു വീഡിയോ ബേസ്ഡ്, അതാണ് ഷിൻഡ പറഞ്ഞത്. വീഡിയോ ബേസ്ഡ് നമുക്ക് അത് കാണുക, നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇത് ഒറ്റ നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്, എല്ലാരും കൂടെയുള്ള ബിസിനസ്സും അല്ല. എല്ലാ സപ്പോർട്ടും അതിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഷിൻഡ പറഞ്ഞത്. ഇനി ചിഞ്ചുവിന്റെ എക്സ്പീരിയൻസ് എന്താന്ന് അറിയാം. ചിഞ്ചു അധികം നാളൊന്നും ആയിട്ടില്ല ബിസിനസ്സിലേക്ക് വന്നിട്ട്. ചിഞ്ചു ഇപ്പൊ റീസെന്റ് ഹാവിംഗ് എ ബേബി, ഷീ ഹാവ് എ ബേബി വിത്ത് ഹർ നൗ. ഓക്കെ, സോ ചിഞ്ചുവിന്റെ അഭിപ്രായത്തില് എന്തൊക്കെയാണ് ചിഞ്ചു ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ കണ്ടതും, എങ്ങനെയാണ്, ഒറ്റയ്ക്കായിരുന്നു എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തൊരു ബെസ്റ്റ് ഡിസിഷൻ ആണ്. ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് ഇതിൽ വന്നത്. ഭയങ്കര അതായത് ഇത് 149 അടച്ചെങ്കിലും പിന്നെ എനിക്കൊരു 1.5 ഇയർ എങ്കിലും എടുത്തു ഇത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്കും ഞാൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡബിൾ മൈൻഡിലായിരുന്നു നിന്നിരുന്നത്. പക്ഷെ വൺസ് ഇതിൽ ഇന്നായതിനു ശേഷം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ ഷിൻഡ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെന്ററും കോച്ചും നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്നുണ്ട്. ട്രെയിനിങ് സൈറ്റിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോസ് ആണെങ്കിലും ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിലൊക്കെ വരുന്ന വീഡിയോസ് ആണ് എങ്ങനെയാണ് ഓരോന്ന് ചെയ്യേണ്ടതെന്നുള്ളത്. അതിപ്പോ ഒരു ടെക്നിക്കൽ ഏറ്റവും ബെസ്റ്റ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന് വേണമെന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല, ഞാനൊരു കസ്റ്റമർ സർവീസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഒട്ടും ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഫേസ്ബുക്കിൽ ഒരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ അതിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എൻ്റെ ഒരു പിക്ചർ പോലും ഞാൻ ഇടാറില്ല. ഈവൻ ഞാനത് ഓപ്പൺ ചെയ്യാറ് പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ എന്നെ പോലെയുള്ള ഞാനിപ്പോ ഒരു സെക്കൻഡ് സ്ട്രീം അല്ലെങ്കിൽ എനിക്കായിട്ട് ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡോടുകൂടിയാണ് വന്നതെങ്കിലും എന്നെ മാറ്റി കളഞ്ഞൊരു പ്ലാറ്റ്ഫോമാണത്. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ഏൺ ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട്, ഇവരുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കിട്ടുന്ന, അതായത് നമ്മൾ ഇപ്പോ മഞ്ജു പറഞ്ഞ പോലെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. വി ആർ ബിൽഡിങ് അവർ ഓൺ ബിസിനസ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരുമിച്ചാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ കുറച്ചൊന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് നമ്മുടെ പിന്നിൽ ഇതിന് നമ്മൾ ഫുൾ സപ്പോർട്ട് തരാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഡൗൺ ആയി പോവാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യണമെങ്കിലോ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. പിന്നെ ഏതൊരു മൈൻഡ് സെറ്റോടുകൂടി വരണ ആളാണെങ്കിൽ പോലും
ഈ ഗ്രൂപ്പിൽ കയറുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. നമ്മളിപ്പോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഇടയിൽ പോയിരിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, ഫുൾ നെഗറ്റീവ് എനർജി ആയിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ബഞ്ച് ഓഫ് പോസിറ്റീവ് മൈൻഡുള്ള പീപ്പിളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മളിലേക്കും ആ പോസിറ്റിവിറ്റി ഫ്ലോ ചെയ്യാണല്ലോ. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി, ഒരു മാജിക് എന്ന് പറയുന്നത് തന്നെ. എന്നെ പോലുള്ള ഒട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാള് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുകയാണ്, ഓക്കെ ചിഞ്ചു എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ഇതിൽ ഇങ്ങോട്ട് നമ്മളെ ഇത്രയും നാളും കോണ്ടാക്ട് ചെയ്ത ആളുകൾ വരെ നമ്മൾ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി ഇത് എന്താ സംഭവം. ഇത് നമ്മളുടെ റിയൽ ആയിട്ടുള്ള ലൈഫാണ്. ഇപ്പൊ ഇതിൽ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു ഗ്രൂപ്പില് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഇതിലൊക്കെ ഇന്നായി ചെയ്യുന്ന അവരുടെ റിയൽ സ്റ്റോറീസ്, റിയൽ പീപ്പിൾ ആണ് ഇതിലുള്ളത്. അതാണ് ഇതിന്റെ ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഇതിൽ വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. എന്തിനും ഏതിനും നമ്മളുടെ കോച്ച് ഉണ്ട്, മെന്റർ ഉണ്ട്, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, ഇപ്പൊ ഒരു പോസ്റ്റ് ഇടുന്നതിനെ കുറിച്ചാണ്, ഒരു ആഡ്, ഒരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിലും നമുക്ക് എപ്പോ വേണമെങ്കിലും റീച്ച് ചെയ്യാനായിട്ട് നമ്മളുടെ ഫ്രണ്ട്സ് ഈ ഗ്രൂപ്പിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, വീക്ക്ലി നമുക്ക് ഈ പറഞ്ഞ പോലെ മാസ്റ്റർ മൈൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനും പറ്റിയിട്ട് അവർ സെപ്പറേറ്റ് ക്ലാസ്സുകളും, ഇപ്പൊ ഓരോ മന്തിൽ പുതിയ ഐഡിയാസ് ആയിട്ട് ഒത്തിരി അതിന്റെ ഒരു ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ആരൊരാള് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരാണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഏൺ ചെയ്യാന്നുള്ളതല്ല, നമ്മളെ ഇതിലെ ഏണിങ്ങിനോടൊപ്പം നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, നമുക്കൊരു ബെറ്റർ ലൈഫും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഓൺ ഗോയിങ്, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 3 കുട്ടികളുണ്ട്. ഇതിന്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇപ്പൊ എന്റെ കയ്യിലൊരു കുഞ്ഞുണ്ട്, ഞാൻ ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് അതിന്റെ ബ്യൂട്ടി. നമ്മൾ എവിടെ പോകുന്നു നമ്മുടെ ഒപ്പം നമ്മുടെ ബിസിനസ്സും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇനീഷ്യലി കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ വരുന്നവർക്കാണെങ്കിലും നമ്മളൊക്കെ ഉണ്ടാവും ഹെൽപ്പിന്, ഒരുമിച്ച് ഗ്രോ ചെയ്യാണ്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ചിഞ്ചു, യു എക്സ്പ്ലെയിൻഡ് ഇറ്റ് വെരി വെൽ. ചിഞ്ചുവിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ അതാണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണി മേക്കിംഗ് മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ ലൈഫിന് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്ന നമ്മളെല്ലാവരും ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ കുറെ നെഗറ്റിവിറ്റീസ് നമ്മുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വെറുതെ സ്ക്രോൾ ചെയ്ത് വീഡിയോസ് ഒക്കെ കണ്ട് എന്റർടൈൻ ചെയ്തിരിക്കുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത്, പക്ഷേ നമ്മൾ എന്നാലും നമ്മുടെ ബിസിനസ്സിനോട് കൂടി അതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗം നമ്മൾ കാണുകയാണ് ഈ ബിസിനസ് വഴി ചെയ്യുന്നത്. പിന്നെ ചിഞ്ചു പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട്, നമുക്ക് മെന്ററും കോച്ചും ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യുന്നുണ്ടാവും. അതിന് പുറമെ കുറെ മെന്റേഴ്സും കോച്ചസും ഇതിനകത്തുണ്ട്. അവർ ലീഡേഴ്സ്, അവരൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർ എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ സക്സസ്ഫുൾ എന്തൊക്കെയാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും നമ്മളെയും അതിനകത്തേക്ക് ഗ്രോ ചെയ്യാൻ, നമ്മളെ ഇംപ്രൂവ് ചെയ്യിച്ച് കൊണ്ടുവരുമോ അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് മാത്രമല്ല നോക്കുന്നത്, നമ്മളെല്ലാവരെയും ഒരുമിച്ച് ഗ്രോ ചെയ്യിച്ച് മുന്നോട്ട് ഒരുമിച്ച് വളർത്തിക്കൊണ്ടുവരാനാണ് നോക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അമേസിങ് തിങ്. പിന്നെ ഉള്ളത്, നമുക്ക് ഈ ട്രെയിനിങ് സൈറ്റിൽ നിന്ന് കിട്ടുന്ന വീക്ക്ലി നമ്മൾക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്, മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾക്ക് എല്ലാ വീക്കും നമ്മുടെ ഫൗണ്ടേഴ്സ് ഭയങ്കര കെയർഫുൾ ആയിട്ട് പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ലീഡേഴ്സ് വന്നിട്ട് പറഞ്ഞു തരും. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അതും നമ്മുടെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് ആക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ ഒരു അമേസിങ് തിങ് ആണ് ഈ ബിസിനസ്സിൽ വന്നു കഴിയുന്നുള്ളത്. പിന്നെ ഉള്ളത്, നമുക്ക് പേഴ്സണൽ ഡെവലപ്മെന്റിന് ഒരു ബുക്ക് ക്ലബും ഉണ്ട് നമുക്ക്. അത് കുറെ അധികം ബുക്സ് ഉണ്ട്. നമ്മള് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെയും വായിൽ കേട്ട് പഠിക്കേണ്ട കാര്യമില്ല. അതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ബിസിനസ്, നമ്മുടേതായ ബിസിനസ് നമുക്ക് ചെയ്യേണ്ടതായ ചെയ്യാൻ ആവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻപുട്ട് ചെയ്ത് തരികയാണ്. അതിന്റെ ഒരു ഭാഗമാണ് ബുക്ക് ക്ലബും. ആ ബുക്ക് ക്ലബിൽ നമ്മൾക്ക് പേഴ്സണൽ ഡെവലപ്മെന്റിനുള്ള ബുക്സ് ഒക്കെ റീഡ് ചെയ്യാനും അത് നമുക്ക് എപ്പോ വേണേലും റീഡ് ചെയ്യാം. ഇപ്പൊ ഒരു പ്രാവശ്യം റീഡ് ചെയ്തിട്ട് അത് മാഞ്ഞു പോണതല്ല, നമുക്ക് എന്നും എപ്പോ വേണേലും പോയി ബാക്ക് ചെയ്ത് വായിക്കാവുന്നതാണ്. അതേമാതിരി തന്നെ സോഷ്യൽ മീഡിയ എങ്ങനെ ലെവറേജ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ള ബുക്സും, പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹൈ ഇതിലിരിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ഇത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്. പിന്നെ മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻ, ലൈക്ക് നമ്മുടെ ജയശെട്ടി മാതിരിയുള്ള വലിയ ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ബിസിനസിന്റെ ഭാഗമാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുള്ളൂ, നമ്മൾ വന്ന് കണ്ട് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന് കണ്ട് മനസ്സിലായ കാര്യമാണ് നിങ്ങളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ. അത് വൺ ഓഫ് ദി അമേസിംഗ് തിങ്. നമ്മുടെ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരിക്കലും. അത് നമ്മൾ ഫീൽ ചെയ്യണം. അതിന്റെ നമുക്കിവിടെ മൈൻഡ് സെറ്റ് കുറെ നമ്മൾക്ക് മാറ്റാനുണ്ട്. നമ്മൾ ബിലീവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ വായിന്ന് കേൾക്കാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ലേൺ ചെയ്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ വി ഫീൽ കോൺഫിഡന്റ് ആൻഡ് സോ പവർഫുൾ. അതാണ് നമുക്ക് ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുന്നത് എന്താണെന്നറിയാവോ, നമ്മൾ എന്തൊക്കെയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ കഴിവുകൾ ഉണ്ട്. നമുക്കിപ്പോ ടെക്നോളജി വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കഴിവുകൾ. പിന്നെ അതുകൂടാതെ നമ്മൾ പോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ മറ്റുള്ളവർക്ക് ചിഞ്ചു പറഞ്ഞ മാതിരി മറ്റുള്ളവർ കാണുമ്പോ അവർക്കൊക്കെ ഇത് എന്താണ് ഇതിനകത്ത് നടക്കുന്നത്, എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ എന്ന് പറയണത്. അപ്പൊ അങ്ങനെ അവർക്കും നമ്മുടെ ഹാപ്പിനെസ് കാണുമ്പോൾ, നമ്മുടെ ചേഞ്ചസ് കാണുമ്പോൾ അവർക്കും ചേഞ്ചസ് വേണം. പക്ഷെ ഫിയർ ആണ് എല്ലാവർക്കും, ഡൗട്ട് ആണ് എല്ലാവർക്കും. ദിസ് ഈസ് ട്രൂ ഓർ നോട്ട്, അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് ഒക്കെ വരുന്നോണ്ട് ദേ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. പക്ഷെ എന്നാലും നമ്മുടെ ഈ ബിസിനസ്സിന് അങ്ങനെയല്ല. ഇപ്പൊ സ്റ്റെപ്പ് ബാക്ക് എടുക്കേണ്ട കാര്യമില്ല. ആ ചെറിയൊരു പേടി മാറ്റി നിർത്തിയിട്ട് ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോയിട്ട് ആ ബിസിനസ്സിന്റെ വെബിനാറിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക, കാണുക. ഇൻട്രസ്റ്റ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. 149 രജിസ്ട്രേഷൻ ഫീ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് സൈറ്റിന്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ലൈഫ് ലോങ് അതും അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിങ് സൈറ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും, സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ദിസ് ഈസ് വൺ ഓഫ് ദി അമേസിംഗ് തിങ്. സോ എനിബഡി വാണ്ട് ടു നോ മോർ അബൌട്ട് അവർ ബിസിനസ്, come and join us because we show our website. For me, Shinda and Chinju, we all have the website over there. Anybody is interested, just click on that website, sign in with your name and email, and then we're gonna follow from there. Because ഞങ്ങൾ ആരുടെ വെബ്സൈറ്റിലാണോ ജോയിൻ ചെയ്യുന്നത് അവര് നിങ്ങളുടെ കൂടെ മെന്റർ ആയിട്ട് ലൈഫ് ലോങ് ഉണ്ടാവും. ദാറ്റ്സ് ഗോണ ബി എ ലൈഫ് ലോങ് പാർട്ട്ണർ. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണമെന്നുണ്ടെങ്കിൽ യെസ്, ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ടു. നമ്മൾ എല്ലാവർക്കും അതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ആണെങ്കിൽ യെസ്, that's also another thing. You can come and join and have a friendship life over here too. So yeah, that's it for today, and have a good evening or good morning or good night everyone. So bye bye. Bye bye. Thank you.